എല്ലാവർക്കും മല്ലുകുടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പാളയം PC എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ ചിത്രം ഇന്ന് OTT റിലീസ് ആയിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാറിലാണ് സിനിമ റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് അമരൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ നേരത്തെ ലീക്കായിട്ട് എന്തൂസിയം വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും ഡിസംബർ 5-നായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ അമരൻ എന്ന സിനിമ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കങ്കു എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയിരുന്നു. വലിയ ബിഗ് ബഡ്ജറ്റിലാണ് സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമയ്ക്ക് 150 കോടി പോലും കളക്ഷൻ നേടാൻ സാധിച്ചില്ല. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോപ്പ് മൂവിയായി മാറിയിരിക്കുകയാണ് കങ്കുവ. ഈ സിനിമയുടെ OTT നേരത്തെ വിറ്റുപോയതാണ്. ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കങ്കു എന്ന സിനിമ ഓവർസീസിൽ റിലീസാവാൻ ഒരുങ്ങുകയാണ്. എന്തൂസിയാൻ എന്ന OTT പ്ലാറ്റ്ഫോമിലാണ് ലോ ക്വാളിറ്റി പ്രിന്റ് വരാൻ പോകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഒഫീഷ്യൽ OTT ആമസോൺ പ്രൈമിൽ മാത്രമായിരിക്കും. എന്തായാലും ലോ ക്വാളിറ്റി കങ്കുവ ഇന്ന് രാത്രി തന്നെ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബോഗൻവില്ല എന്ന സിനിമയെക്കുറിച്ചാണ്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച സിനിമയാണ് ബോഗൻവില്ല. അമൽ നീരദിന്റെ സിനിമയായതുകൊണ്ട് സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. സിനിമ തിയേറ്ററിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ബോഗൻവില്ല സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഡിസംബർ മാസം 13-ന് സോണി ലീവിലാണ് ബോഗൻവില്ല എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഈ മാസം തന്നെ ഒരുപാട് OTT റിലീസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തീയതികൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കണമെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.